അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് എൻജി എങ്ങനെ എക്ലിപ്സ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെ നോക്കി. ഇനി ടെസ്റ്റ് എൻജിയുടെ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിനുള്ള ഒരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ പാക്കേജുമായി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് എൻജിയിൽ ക്രിയേറ്റ് ടെസ്റ്റ് എൻജി ക്ലാസ് എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ 2 അനോട്ടേഷൻ മാത്രമാണ് സെലക്ട് ചെയ്യണത്. ഓക്കെ, എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഫിനിഷ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് നേരിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കേഴ്സർ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ക്രിയേറ്റ് ക്ലാസ് എന്ന് വരാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുത്. അതിലെന്തെങ്കിലും ആഡ് എന്ന് പറഞ്ഞിട്ട് വരിക അല്ലെങ്കിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരാനുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കേസ് ആണ്, ടെസ്റ്റ് കേസ് അല്ല, ടെസ്റ്റ് എൻജിയുടെ ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് ന്യൂ ടെസ്റ്റ് ഡോട്ട് ജാവ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു പാർഷ്യൽ പ്രോഗ്രാം ആണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ജസ്റ്റ് 2 സിമ്പിൾ അനോട്ടേഷൻ, 2-3 സിമ്പിൾ അനോട്ടേഷൻ മാത്രമേ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് ഡീഫോൾട്ട് ആയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എഫ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. പിന്നെ ബിഫോർ മെത്തേഡ് ഉണ്ട്, ആഫ്റ്റർ മെത്തേഡ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് എൻജിയുടെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താക്കണം, ടെസ്റ്റ് കേസ് എഴുതണം അല്ലേ ഇതിനുള്ളിൽ. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ എന്താക്കുന്നു, ഒരു ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടല്ലോ അതിനുള്ളിലാണ് നമ്മൾ എഴുതണം കേട്ടോ. അതിനുള്ളിൽ നമ്മളിപ്പോ ഒരു URL കൊടുക്കണം. സ്ട്രിങ് നമ്മൾ സെലീനിയത്തിൽ ചെയ്ത അതേപോലെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ ബേസ് URL എന്ന് പറഞ്ഞിട്ട് ഒരു URL അതിൽ കൊടുക്കാം. ഏതാ കൊടുക്കാം, യെസ്, https://www.google.com ഒരു സൈറ്റിന്റെ URL ഞാൻ കൊടുത്തു. ഇനി എന്താണ്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്. sysout സോറി, ഓക്കെ, sysout ലോഞ്ചിങ് ക്രോം അല്ല, എഡ്ജ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, എഡ്ജ് ഡ്രൈവർ. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം, ആ URL ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഡ്രൈവർ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ URL ഓപ്പൺ ചെയ്യണം. പക്ഷെ ഇതിൽ നമ്മൾ ഡ്രൈവർ കൊടുത്തിട്ടില്ല. വെബ് ഡ്രൈവർ ഈക്വൽസ് ന്യൂ ക്രോം ഡ്രൈവർ എന്നൊക്കെ കൊടുക്കുമല്ലോ, അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ ആയിരിക്കും, ഈ ഫംഗ്ഷന് പുറത്തായിരിക്കും, ഏറ്റവും മുകളിലായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. എങ്ങനെ, വെബ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വെബ് ഡ്രൈവറിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പബ്ലിക് ആയിട്ട്. പബ്ലിക്കിന് ഏറ്റവും ടോപ്പിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിൽ. ദെൻ വെബ് ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ മാത്രമേ ചെയ്യണേന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫംഗ്ഷൻസിന് അതൊന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ക്രോം ഡ്രൈവർ കൊടുക്കണം. ഡ്രൈവർ ഈക്വൽസ് ന്യൂ ക്രോം ഡ്രൈവർ അല്ല, അതിന് പകരം നമ്മൾ ഏതാണ്, എഡ്ജ് ഡ്രൈവർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവാം. എഡ്ജ് ഡ്രൈവറെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് എഡ്ജ് ഡ്രൈവർ. ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ്. യെസ്, അപ്പൊ നമ്മൾ എന്താക്കി, ഒരു ഇവിടെ എന്താ ഗെറ്റിന്റെ എറർ. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തു, ഒരു വെബ് ഡ്രൈവർ ഇങ്ങനെ എല്ലാ ഫംഗ്ഷനും ആക്സസ് ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ ഞാൻ ഒരു ബേസ് URL ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാൻ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എഡ്ജ് ഡ്രൈവർ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ എഡ്ജ് ഡ്രൈവർ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക, അതിൽ ആ ബേസ് URL പാസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി സെലീനിയത്തിൽ ചെയ്യണത് തന്നെ ഇതിപ്പോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാനിപ്പോ എന്ത് ചെയ്യണം, ഇപ്പൊ സോറി. ഓക്കെ, ഇവിടെ ഞാൻ സ്ട്രിങ് ഒരു ടെസ്റ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ ഞാൻ ഇവിടെ എന്താക്കുന്നു, ഒരു സ്ട്രിങ് ഞാൻ പാസ് ചെയ്യുന്നു. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് പാസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വേണ്ട, ഗൂഗിളിന് മതി, ഗൂഗിളിന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ഞാൻ പാസ് ചെയ്യണം.
ദെൻ ഈ ഒരു സൈറ്റിന്റെ ഒറിജിനൽ സ്ട്രിങ് നമുക്ക് ഗെറ്റ് ചെയ്യണം. അതിന് എന്താ ചെയ്യാറ് നമ്മൾ? ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കോൾ ചെയ്താൽ മതി. അത് ഞാനൊരു വേരിയബിളിലോട്ട് കൊടുക്കുന്നു. എന്താണ്? ഒറിജിനൽ അല്ലെങ്കിൽ വേണ്ട ORG ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് അതിലോട്ട് പാസ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ്? ഇതിൽ അസേർട്ട് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്. അസേർട്ട് ഡോട്ട് അസേർട്ട് ഈക്വൽസ് എന്ന് പറഞ്ഞ് കോൾ ചെയ്താൽ മതി. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ORG ടൈറ്റിൽ കൊടുക്കണം. സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ ഇത് രണ്ടും സെയിം ആണോ ഇല്ലേ എന്നുള്ളത് അതിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അങ്ങനെ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഏത്? ഈ ബിഫോർ മെത്തേഡ് ആൻഡ് ആഫ്റ്റർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സിക്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു സിസ് ഔട്ട് മെസ്സേജ് വെറുതെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കാണ്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ദി ബ്രൗസർ. ഇവിടെ ഞാൻ എന്താക്കുന്നു? സിസ് ഔട്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിനിഷ്ഡ് ദി ടെസ്റ്റ് ഓൺ ബ്രൗസർ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ ചെയ്തത് ക്ലിയർ ആണോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ആവശ്യമില്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, റൺ ചെയ്യാം. ഇവിടെ എല്ലാ ആക്സസ് കൊടുക്കാം. അത് പോയോ? ഒരു മിനിറ്റ്. ഇവിടെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് ടെസ്റ്റ് എൻജിയുടെ റിപ്പോർട്ട് വരുന്നുണ്ടായിരിക്കാം കൺസോളിൽ. ഓക്കെ, ഇതിപ്പോ സ്റ്റിൽ ഇൻ പ്രോഗ്രസ്സിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ റിസൾട്ടുകൾ ഇവിടെ ഇങ്ങനെ പ്രോഗ്രസ്സിലാണ് നിൽക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെയാണ് നമുക്ക് എന്താക്കാം? ടെസ്റ്റ് എൻജിയുടെ റിസൾട്ട് വരുന്നുണ്ടായിരിക്കാം. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൂ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ടെസ്റ്റ് എൻജിയുടെ വർക്കിംഗ് ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ടെസ്റ്റ് എൻജി റിപ്പോർട്ട്സ് നമുക്ക് കിട്ടണത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ കൺസോളിൽ കിട്ടും, അതല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് ഓഫ് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനത് ക്ലോസ് ചെയ്യാം. ഒന്നുകൂടെ ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ കൺസോളിലാണ് നമുക്ക് എന്താക്കുന്നുണ്ടാവുക? ഈ റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണോ? ദെൻ പിന്നെ ഇവിടെ റിസൾട്ട് ഓഫ് റണ്ണിങ് ന്യൂ ടെസ്റ്റ് എൻജി എന്ന് പറഞ്ഞിട്ട് ഇതിലും നമുക്ക് ഉണ്ടായിരിക്കും. ഇതിൽ ഫെയിലിയർ എക്സെപ്ഷൻ എന്നാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ കോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇവിടെ കൺസോളിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ടെസ്റ്റ് എൻജിയുടെ ഔട്ട്പുട്ടുകൾ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി യെസ്, ടെസ്റ്റ് എൻജിയിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. ഇനി അടുത്തതായിട്ട് ടെസ്റ്റ് സ്യൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയണത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്താക്കാം? ഇപ്പൊ ഇതിൽ ഞാൻ ഓൾറെഡി ഉണ്ട്, ഇത് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവില് ഫയൽ എടുക്കാം. ഓക്കെ, അവിടെ ഫയലിന്റെ പേരായിട്ട് testng.xml എന്ന് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു XML ഫയൽ വരും. ഓക്കെ, ദെൻ ഓക്കെ, ഞാൻ ഇതിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തതിൽ XML ഫയലിൽ ഡാറ്റാസ് ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഒന്നുമില്ല. ഞാൻ എന്താക്കുന്നു? ഫ്രഷ് ആയിട്ടൊരു ടെസ്റ്റ് എൻജി XML ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ ഡോക് ടൈപ്പ് കൊടുക്കാം നമുക്ക്. ഡോക് ടൈപ്പ് ഇതല്ല കേട്ടോ. ഡോക് ടൈപ്പ് കുഴപ്പമില്ല, ഞാൻ ടൈപ്പ് ചെയ്യാം. ഡോക് ടൈപ്പ്, ദെൻ സ്യൂട്ട്, പിന്നെ സിസ്റ്റം ടെസ്റ്റ് എൻജിയുടെ URL ഉണ്ടായിരിക്കും. അത് ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ഞാനതിങ്ങനെ ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ടെസ്റ്റ് എൻജി URL എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ.
യെസ് പ്ലീസ്. വെച്ചിട്ടാ testng.xml ഫയൽ. വൺ സെക്കൻഡ്, അത് ലോഡ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ടൈപ്പ് ചെയ്യാം, ബാക്കിയുള്ളത് ടൈപ്പ് ചെയ്യാം. എനിക്ക് ആ യു ആർ എൽ മാത്രമേ ഓർമ്മ കിട്ടാത്തുള്ളൂ. ഓക്കെ, ആ യു ആർ എൽ അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് എന്താക്കണം, സ്യൂട്ട് ആണല്ലോ വേണ്ടത്. അപ്പോൾ സ്യൂട്ട് എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യാം. സ്യൂട്ട്, ദെൻ അതിനൊരു നെയിം കൊടുക്കുക. നെയിം ഈക്വൽസ് സ്യൂട്ട് എന്ന് കൊടുക്കാം. ദെൻ ആ സ്യൂട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. സ്യൂട്ട് കൊടുത്തു നമ്മൾ. ഇവിടെ എന്താ എറർ? ഓക്കെ, അത് നോ ഇഷ്യൂസ്, അത് ശരിയാക്കാം. ഇനി അടുത്തത് ടെസ്റ്റ് കൊടുക്കുക. ടെസ്റ്റ് നെയിം ഈക്വൽസ്, ഞാൻ എന്താക്കുന്നു, നമുക്കിപ്പോൾ എന്താണോ നമ്മുടെ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിന്റെ പേരാണ് കേട്ടോ ഞാൻ കൊടുക്കേണ്ടത്. ഇപ്പൊ ഗൂഗിൾ എന്നുള്ളത് കൊടുക്കും. ഓക്കെ, ടെസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് എന്താ, ഇപ്പൊ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്യൂട്ട്. ഓക്കെ, ടെസ്റ്റ് സ്യൂട്ടിന്റെ ഉള്ളിൽ നമ്മൾ എന്താക്കി, ടെസ്റ്റിന്റെ പേര് കൊടുത്തു. ഇനി ഓരോരോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും നമുക്ക് ഇതിൽ. നമ്മുടെ പ്രോഗ്രാം എഴുതുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താക്കാം, ഒരു ടാഗ് ഓപ്പൺ ചെയ്യുക, ടാഗ് ക്ലോസ് ചെയ്യുക. ദെൻ അതിനുള്ളിലാണ് നമ്മൾ എഴുതുന്ന ഓരോരോ ക്ലാസ്സും അതിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ക്ലാസ് നെയിം ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഗിൻ പേജ് ആണ് നമ്മുടെ ഫസ്റ്റത്തേതെങ്കിൽ നമ്മൾ ലോഗിൻ പേജ് എന്നുള്ള ക്ലാസ് അതിൽ കൊടുത്തു. സെക്കൻഡ് വൺ ക്ലാസ് നെയിം, നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ രജിസ്റ്റർ പേജ് ആണെങ്കിൽ ആ ക്ലാസിന്റെ പേരാണ് കേട്ടോ കൊടുക്കേണ്ടത്. അങ്ങനെ ക്ലാസിന്റെ പേര് കൊടുക്കും. അങ്ങനെ എത്ര ക്ലാസ് ഉണ്ടോ ആ പേരുകളൊക്കെ എന്താക്കാം, ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, സ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, സ്യൂട്ടിന്റെ പേര് ഡിനോട്ട് ചെയ്യണതാണ് സ്യൂട്ട് എന്ന് പറയുന്ന ടാഗ്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് കേസ് ഉണ്ടാവുമല്ലോ, അതിനെ ഡിനോട്ട് ചെയ്യണതാണ് എന്ത്, ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു പാക്കേജ് ഉദ്ദേശിക്കുന്നുണ്ടാവുമല്ലോ, ഈ ഒരു പാക്കേജ്. ഇപ്പൊ ടെസ്റ്റൻജി എന്ന് പറഞ്ഞ ഒരു പാക്കേജ്, അങ്ങനെയാണ് ക്ലാസ്സസ് എന്ന് ഉദ്ദേശിക്കേണ്ടത്. അതിനുള്ളിലുള്ള ക്ലാസ്സുകളാണ് എന്ത്, ഈ ക്ലാസ് എന്ന് പറഞ്ഞ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ഇനി ആ യു ആർ എല്ലും കൂടി ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഞാനത് ഡിലീറ്റ് ആക്കിപ്പോയി. ഞാൻ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോ ഇഷ്യൂസ്. ഇതിപ്പോൾ നമുക്ക് ഇതൊന്ന് കളയാൻ, ഇത് ഞാൻ കളയുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂ. ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റൻജിയിൽ കൺവേർട്ട് ടു ടെസ്റ്റൻജി എന്ന് കൊടുത്താൽ മതി. ഇതേ ആ XML ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ദെൻ നെക്സ്റ്റ് ഫിനിഷ്. XML ഫയൽ വന്നു, നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ് കണ്ടോ. അപ്പൊ ഇതിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. സ്യൂട്ടിന്റെ പേര് സ്യൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്ലാസ്സസിനുള്ളിൽ എന്താക്കിയിട്ടുണ്ട്, ടെസ്റ്റ് എൻ ജി ഡോട്ട് എന്ന് വെച്ചാൽ ടെസ്റ്റ് എൻ ജി എന്നുള്ളത് പാക്കേജിന്റെ പേര്, ഡോട്ട് എന്താണ്, ന്യൂ ടെസ്റ്റ് എന്നുള്ളത് ഈ ക്ലാസ്സിന്റെ പേര്. ക്ലിയർ ആണോ? ഓക്കെ, ഞാനിപ്പോൾ അടുത്തൊരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ക്ലാസ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ന്യൂ, കൺവേർട്ട് ടു ടെസ്റ്റ് എൻ ജി, ഇതാക്കുന്നു, നെക്സ്റ്റ് കൊടുക്കണു, ഓക്കെ കൊടുക്കണു. ഓക്കെ, നമ്മൾ ഓൾറെഡി ഉള്ളതാണ്. ഇനി ഇതിൽ താഴെ നമ്മൾ എന്താക്കണം, ക്ലാസ് നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കേണ്ടത്, ടെസ്റ്റ് എൻ ജി ഡോട്ട് ഡെമോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ക്ലാസ് ക്ലോസ് ചെയ്യണ്ട, ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഓരോരോ ക്ലാസ് ആഡ് ചെയ്യുമ്പോഴും ഇതിന് താഴെ ഇങ്ങനെ ക്ലാസ് ക്ലാസ് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഞാനിവിടെ 1 സെക്കൻഡ്, പബ്ലിക് സ്റ്റാറ്റിക് void main string args just sys out demo class എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ഒരു പുതിയൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ
പാക്കേജ് ഡെമോ പാക്ക്. അതിനുള്ളിൽ ഞാൻ എന്താക്കുന്നു, ഒരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ക്ലാസ് ഡെമോ ക്ലാസ്. മെയിൻ ഫംഗ്ഷൻ ആഡ് ചെയ്യണു. ഇവിടെ എന്ത് ചെയ്യുന്നു, സിസ് ഔട്ട് ഡെമോ പാക്കേജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഈ ടെസ്റ്റ് എഞ്ചിൻ കളയാണ് കേട്ടോ. ഇനി ഞാൻ ഈ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് എഞ്ചിയിൽ കൺവേർട്ട് ടു ടെസ്റ്റ് എഞ്ചിന് കൊടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുത്തു. ഇത് ടിക്ക് ചെയ്ത് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഇതില് നമ്മളിപ്പോ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ബാക്കിയുള്ള ഇനി എത്ര ക്ലാസ് അല്ലെങ്കിൽ എത്ര പാക്കേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ? കാരണം ഇതിപ്പം ഈ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഈ XML എന്ന് പറഞ്ഞ ഫയൽ ഒറ്റ തവണയാണ് ജനറേറ്റ് ആവുന്നത്. നമ്മൾ എത്ര തവണ ക്രിയേറ്റ് ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പാക്കേജ് ഡിലീറ്റ് ആക്കി അല്ലെങ്കിൽ പുതിയൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് ഒറ്റ തവണ, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ തവണയാണ് ഈ ഒരു XML ഫയൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ എന്താക്കണം, ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, നെയിം ടെസ്റ്റ് എൻ ജി ഡോട്ട് എന്തായിരുന്നു, ഡെമോ എന്നല്ലേ, ഡെമോ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ XML ഫയൽ ഇപ്പൊ ഇതാണ് ഒരു സ്യൂട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്യൂട്ടാണ്. ഓക്കെ, ഒരു സ്യൂട്ടായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? നമ്മൾ സെലിനിയം IDയിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് സ്യൂട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് സ്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇപ്പൊ നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത് ടെസ്റ്റ് എൻ ജി എന്ന് പറഞ്ഞ പാക്കേജ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഡെമോ പാക്ക് ഡിലീറ്റ് ആക്കാണ്. ടെസ്റ്റ് എൻ ജി എന്ന് പറഞ്ഞ പാക്കേജ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഓരോന്നും ചെയ്തോടുന്ന എങ്ങനെയാ, ഓരോരോ ക്ലാസ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്തു. നമുക്കിപ്പോൾ ഒരു സ്യൂട്ട് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ XML ഫയൽ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ടെസ്റ്റ് എൻ ജി സ്യൂട്ട് എന്ന് കണ്ടോ, അയ്യോ, ടെസ്റ്റ് എൻ ജി സ്യൂട്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഡെമോ ജാവയിൽ എന്താ എറർ വന്നിട്ടുള്ളത്, ഡെമോ ജാവയിൽ വന്നിട്ടുള്ളത് കാരണം ഇത് ടെസ്റ്റ് എൻ ജി പ്രോഗ്രാം ആയിരുന്നില്ല, അത് നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഡെമോ ജാവയുടെ വർക്ക് ആവാതിരുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ടൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തതായിരുന്നു. കുഴപ്പമില്ല, ഞാൻ എന്താക്കുന്നു, ഡെമോ എന്നുള്ളത് കൊടുത്തു, ഞാനത് കളഞ്ഞു. റൈറ്റ് ക്ലിക്ക് ചെയ്യണു, റൺ ആസ് ടെസ്റ്റ് എൻ ജി സ്യൂട്ട്. അപ്പോൾ ഒരു സ്യൂട്ടായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കണ്ടോ, നമ്മൾ ടെസ്റ്റ് എൻ ജിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഇത് രണ്ടും വന്നിട്ടുണ്ട്. ഇത് ടെസ്റ്റ് എൻ ജി പ്രോഗ്രാംസ് ആണ് നമുക്ക് സ്യൂട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഡെമോ നേരത്തെ ചെയ്ത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, സിമ്പിൾ ജാവ പ്രോഗ്രാം ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇതിപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് എൻ ജിയിലോട്ട് കൺവേർട്ട് ചെയ്തു, ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിഫോർ മെത്തേഡ് അങ്ങനെ രീതിയിൽ ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ അതെന്തായി, അത് എക്സിക്യൂട്ട് ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പ്ലസ് ഒരു സ്യൂട്ടായിട്ട് എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യാം, സ്യൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇവിടെ പുതിയ ക്ലാസ് വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പുതിയതായിട്ട് ക്ലാസ് ആഡ് ചെയ്യാം. ഈ XML ഫയൽ ഒരൊറ്റ തവണയാണ് ജനറേറ്റ് ചെയ്യുക. നമ്മളത് ഡിലീറ്റ് ആക്കി വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും നടക്കത്തില്ല, ഒരൊറ്റ തവണയാണ് XML ഫയൽ ജനറേറ്റ് ആവുക. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സും കഴിഞ്ഞിട്ട് എല്ലാ ടെസ്റ്റും ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് XML ക്രിയേറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഇഷ്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, പ്ലസ് എങ്ങനെ ഒരു സ്യൂട്ട് ടെസ്റ്റ് സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, സോ യെസ്, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.